ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ബാംഗ്ലൂരോട്ട് പോവുക. അതും അവിടെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് 3 ദിവസം സ്റ്റേ ചെയ്ത് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവുക ബാംഗ്ലൂരോട്ട്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീട്ടിൽ വന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എടുത്തേക്കുന്നത്. കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ ട്രെയിൻ കയറിയേക്കുവാണ്. അതിന് എനിക്ക് ഈവനിങ് എറണാകുളത്ത് നിന്നായിരുന്നു ട്രെയിൻ. അങ്ങനെ നമ്മൾ വെളുപ്പിനായപ്പോൾ ബാംഗ്ലൂർ എത്തി. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം നടക്കാൻ വേണ്ടി പോകുന്നത്. ലൈക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ബാംഗ്ലൂർ ഫുള്ള് അടിച്ച് പൊളിച്ച് 3 ദിവസം സ്റ്റേ ചെയ്ത് വരുന്നു. ആൻഡ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഹാപ്പിനെസ് എനിക്ക് ത്രൂ ഔട്ട് ജേർണിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ് തരാൻ പറ്റത്തില്ല, അതിലേറെ ഹാപ്പിനെസ് ആയിരുന്നു. ആൻഡ് ഇവിടുന്ന് നേരെ ഞാൻ പോയത് എൻ്റെ ഫ്രണ്ട് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ടാണ്. അവിടെ ചെന്ന് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഫുഡ് കഴിക്കണമായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സൈഡിലുണ്ടായിരുന്ന ഒരു ലോക്കൽ കടയിൽ കയറി ഒരു മസാല ദോശ പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെലീഷ്യസ് ദോശ എന്നൊക്കെ പറയാം. എൻ്റെ ജീവിതത്തിൽ കഴിച്ചാൽ ഏറ്റവും ഭയങ്കര ടേസ്റ്റുള്ളൊരു ദോശയാണ്. ആൻഡ് ഇറ്റ് വാസ് ഓൺലി 50 റുപ്പീസ്. അതാണ് എനിക്ക് ഞെട്ടിച്ചത്, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ. എനിക്കറിയത്തില്ല, കർണാടകക്കാർ തമിഴ്നാട്ടുകാർക്ക് വളരെ കൈപ്പുണ്യമാണ് ദോശ ഉണ്ടാക്കുന്നില്ല. ഇതായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം. അപ്പോൾ ഇതിനുള്ളിൽ ഒരു 2 BHK വീട്ടിലായിരുന്നു നിന്നത്. അവിടെ അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബൊമ്മനഹള്ളി എന്നാണ് ഈ സ്ഥലത്തെ പേര് കേട്ടോ. ആൻഡ് എൻ്റെ ഫ്രണ്ട് അവിടെ 1 മന്ത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പം അവൾ പോകുന്നതിന് മുമ്പ് എന്നെയും കൂടെ വിളിച്ചു അവിടെ വന്നിട്ട് നമുക്കൊരു 3-4 ദിവസം സ്റ്റേ ഒക്കെ ആക്കി ഇവിടെ കറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ അവൾ വന്നപ്പം എൻ്റെ ബർത്ത്ഡേ കുറേ ഗിഫ്റ്റ്, കഴിഞ്ഞ മാസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരി അതും കൊണ്ടാണ് വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ കോളേജിലെ ഒരു ലൈഫ് സേവർ ആയിരുന്നു. എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. എസ്പെഷ്യലി എൻ്റെ റൂംമേറ്റ് ആയിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നല്ല മെമ്മറീസ്, നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് സ്പെഷ്യൽ ഒരു വ്യക്തിയാണിത്. പറഞ്ഞാലും തീരില്ല. എൻ്റെ വീട്ടിലൊക്കെ വലിയ കാര്യമാണ്. അങ്ങനെ ഒരാളായതുകൊണ്ട് മാത്രമാണ് എൻ്റെ വീട്ടുകാർ എന്നെ അവളുടെ കൂടെ വിട്ടത്. ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോവാം. കൂടെ ഇറങ്ങി ഡ്രസ്സൊന്നും അറിയില്ല. രാവിലെ എഴുന്നേറ്റ് ഇതിപ്പോൾ ഒരു 10:11 മണിയായിട്ടുള്ളൂ. അപ്പം രാവിലെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഇനിയിപ്പോൾ പോയിട്ട് വല്ലതും ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ വീഡിയോ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഭയങ്കര കരിഞ്ഞ ചൂട്, വെയില്. I had my first dosa. Yeah. Proper one. അങ്ങനെ മസാല ദോശ കഴിക്കാത്ത അവള് ഇന്ന് മസാല ദോശ കഴിച്ചാൽ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അവൾ കഴിച്ചാൽ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങുക, ചർച്ച് സ്ട്രീറ്റിലോട്ട് പോകുന്നു. അങ്ങനെ ഒരുങ്ങി പോവാണ്. ഓട്ടോ വന്നിട്ടുണ്ട്. ഞങ്ങൾ കയറി ചർച്ച് സ്ട്രീറ്റിലോട്ട് പോകും. അവിടെ നിന്നിട്ട് ഞങ്ങളൊരു ടിബറ്റൻ ഫുഡ് അവിടെ പോയിട്ട് കഴിക്കും. Guys, we are heading to Church Street to have some Tibetan food. We'll take this one, this two, this one. Then salmon ഇത് ചർച്ച് സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള യാ കിച്ചൺ എന്ന് പറയുന്ന ടിബറ്റൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയാൽ. ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. ലൈക്ക് ഒരു ഹോംലി ഫുഡ്, ഒരുപാട് ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്യാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാമായിട്ടുള്ളൊരു ഫുഡായിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നത്. ആൻഡ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചർച്ച് സ്ട്രീറ്റിലെത്തിയേക്കുക. നൈറ്റാണിത് ഏറ്റവും ഭംഗി. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നൈറ്റ് ആവും. ഇപ്പോൾ ഈ ഒരു ടൈം ഒരു 6 മണിയൊക്കെ ആയ ടൈമാണ്. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇരുട്ടാൻ തുടങ്ങും. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ. സൺകിസ്റ്റ് ആൻഡ് ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ആരും മിസ് ഔട്ട് ചെയ്യാത്തൊരു സാധനമാണ് ഈ നെക്ലസ് ഓർ ബ്രേസ്ലെറ്റ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം.
അവിടെ നെക്ലസും ഉണ്ട്. ആൻഡ് ഒരു ചാം എന്ന് പറയുന്നത് 40 റുപ്പീസാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ആ ചെയിൻ 60 റുപ്പീസ്. അപ്പോൾ ഓരോ ചാംസ് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക. അപ്പോൾ അതിൻ്റെ റേറ്റ് വെച്ചിട്ടാണ് ഈ നെക്ലസ് ഇല്ലെങ്കിൽ ഈ ബ്രേസ്ലെറ്റിന് പൈസ. എല്ലാവരും വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ പണ്ട് തൊട്ടേ അവിടെ ബാംഗ്ലൂർ പോകുമ്പോൾ ഇത് വാങ്ങിക്കണം എന്ന് വെച്ചാൽ ഞാൻ ഫൈനലി ഞാനത് വാങ്ങിച്ചു. ഇതായിരുന്നു എൻ്റെ ബ്രേസ്ലെറ്റ്. ഞാനൊരു വൈറ്റ് തീമായിരുന്നു എടുത്തിരുന്നത്, വൈറ്റ് ആൻഡ് ഗോൾഡ് തീം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. We brought necklace, no, not necklace, bracelets. എനിക്കുണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റില്ല, ഈ കയ്യിലെ വീഡിയോ എടുക്കുന്നത് ഇവിടെ. നമ്മളുടെ ശോഭ സിറ്റി മാളിൻ്റെ അടുത്ത് വന്നേക്കുക, ചർച്ച് സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള. ഇപ്പം ഞാൻ ഇടിച്ച് കിടന്നേവിടെ. ഇപ്പം ഞങ്ങൾ നടന്ന് ഒരു കോർണർ കഫേ ആണെന്ന് തോന്നുന്നു. കോർണർ കഫേയിലോട്ട് പോവാം. എൻ്റെ ചേട്ടൻ റെക്കമെൻഡ് ചെയ്ത് അവിടെ പോയിട്ട് ഡെത്ത് ബൈ ചോക്ലേറ്റും ഐസ്ക്രീം അവരുടെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതൊക്കെ ഉണ്ട്, അത് പോയി ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഏതോ ഒരു മോളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നടക്കുന്നു. ഒരു 11 മിനിറ്റാണ് കാണിച്ചത്. ഇപ്പം ഞങ്ങൾ നടന്നത് 4 മിനിറ്റ് കൂടെ ഉള്ളൂ. നടന്നിട്ട് ഈ അടുത്ത കാര്യങ്ങളൊക്കെ കാണിച്ചതേ. അങ്ങനെ നമ്മൾ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് ഇപ്പം തിരിച്ച് ചർച്ച് സ്ട്രീറ്റിലോട്ട് തന്നെ പോവാം. നമുക്ക് ഫോട്ടോ എടുക്കണം. സോ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ എഗെയിൻ തിരിച്ച് വന്ന വഴി തന്നെ നടക്കുന്നു. അങ്ങനെ എഗെയിൻ നമ്മൾ ചർച്ച് സ്ട്രീറ്റിലോട്ട് വന്നേക്കുക. ഇപ്പം നൈറ്റാണ്. സോ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫോട്ടോ ബൂത്തിൽ പോയിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. കാണുവാണെങ്കിൽ അതിനെ എടുക്കും. You asked him, no, do we get QR? അങ്ങനെ ചർച്ച് സ്ട്രീറ്റിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോവാം. ഇവിടുന്ന് ഒരു 1 hour ട്രാവലാണ് കാണിക്കുന്നത്. കാരണം നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ 1 hour ഈ ഓട്ടോയിൽ ഇരുന്ന് പോകണം. സോ തേർഡ് we are going to Aquarium Paradise and then we'll see മ്യൂസിയം. നമ്മളിപ്പം രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല we're gonna have brunch, I guess. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ഒന്നിച്ചുള്ളൊരു ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് നല്ല രാവിലത്തെ തന്നെ എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലും നല്ല സാധനങ്ങൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ക്യാബ് വിളിച്ചിട്ട് പോകണം. ആൻഡ് ഫൈനലി നമ്മൾ അക്വേറിയം പാരഡൈസിൽ എത്തിക്കോണ്. സോ ഇവിടെയാണ് ഇന്ന് നമ്മൾ അക്വേറിയം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 499 ആയിരുന്നു പെർ പേഴ്സൺ ഞങ്ങൾക്ക്. ആൻഡ് ഇവിടെ പല സമയത്ത് പല പ്രൈസാണ്. ഹോളിഡേയ്സ്, വീക്കെൻഡ്സ്, ഇല്ലെങ്കിൽ അങ്ങനെ പല ടൈമിൽ പല പ്രൈസാണ്. സോ അതൊക്കെ നോക്കി വേണം പോകാൻ. അങ്ങനെ നമ്മൾ എൻട്രൻസിന് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഫുൾ അക്വേറിയം സീനുകളും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് എനിക്കൊരു 45 മിനിറ്റ്സ് എടുത്തായിരുന്നു ട്രാവൽ ചെയ്ത് ഇവിടെ എത്താൻ വേണ്ടി. ഇത് കറക്റ്റ് വരുന്ന പറയുമ്പോൾ JC നഗറാണ് ബാംഗ്ലൂർ. ആൻഡ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് അണ്ടർ വാട്ടർ ടണലാണ്. ഇവിടെ 100-ലധികം ഫിഷുകളുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ സ്പെഷ്യലായിട്ട് മെർമെയ്ഡ് ഷോസുകളുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം വഴിയെ ഫുള്ള് ഫിഷുകളുടെയൊക്കെ പല വെറൈറ്റീസ് ഓഫ് ഫിഷുകളുടെ വീഡിയോസൊക്കെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ ഫിഷിനെ കണ്ടിട്ട് എനിക്ക് എന്നെ നോക്കി ചിരിക്കുന്നതായിട്ട് തോന്നിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള ഫിഷ്. നമ്മൾ അക്വേറിയത്തിൻ്റെ അകത്ത് കയറിയേക്കുവാണ്. അപ്പോൾ ഇവിടെ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കുറേ ടൈപ്പ് ഫിഷസ് ആണ്. ഭയങ്കര ഭംഗി, നോക്കും എന്ത് രസമല്ലേ. അങ്ങനെ ഒരു പകുതി മുക്കാലും അക്വേറിയം കാഴ്ചകളെല്ലാം കണ്ട് പുറത്തോട്ട് ഇറങ്ങിക്കുവാണ്. ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് വളരെ മനോഹരമായിട്ടൊരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കേ. ഇവിടുന്ന് നടന്ന് താഴത്തോട്ട് പോയാൽ ഈ വെള്ളച്ചാട്ടം എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് കാണിച്ചു തരാം. കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണിക്കാം.
I need to clean. Nemo. Hey, Nemo. ഇതാണ് ഇതേ വെള്ളച്ചാട്ടത്തിൻ്റെ ഡൗൺ പാർട്ട് കേട്ടോ. ഇത് നല്ല മനോഹരമായിരുന്നു. പക്ഷേ മുകളിലത്തെ കാഴ്ച അതിലും മനോഹരമായിരുന്നു കേട്ടോ. നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റൂ. ഇതൊരു അവതാർ തീം, ഒരു ഷിപ്പ് പൈററ്റ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ തീം ചെയ്ത് വെച്ചേക്കുന്നതാണ്. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്ന ടണലിലോട്ട് കയറുക. ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ് ഇനി ടണലാണ്. വാ, ഇതേപോലെ തന്നെ അവിടെ ഒരു കല്ലിൽ മലയാളം അക്ഷരങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, ഫോട്ടോ ആയിട്ടാണ് എടുത്തത്. ഞാനുള്ള ധൃതിയിൽ ഫുഡ് കഴിക്കാൻ മറന്നുമായിരുന്നു. സോ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ചാർട്സ് കടയിൽ കയറിയിട്ട് എന്തൊക്കെയോ 2 സാധനം വാങ്ങിച്ചു കഴിച്ചാൽ ഞാൻ പേര് മറന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെയാണ് കഴിച്ചത്. ആൻഡ് ഇവിടെ മെർമെയ്ഡ് ഷോ തുടങ്ങാറായിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഞങ്ങൾ മെർമെയ്ഡ് ഷോ കാണാൻ പറ്റും. ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു തുടങ്ങിയത്. ഈ ടണലിൽ നിന്ന് ഷാർക്കിനെയൊക്കെ മാറ്റിയിട്ടായിരുന്നു ഷോ തുടങ്ങിയിരുന്നത്. ഇനിയിപ്പം മെർമെയ്ഡ് ഷോ ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ നമ്മളിത് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി മ്യൂസിയത്തിലോട്ട് വന്നേക്കാണ്. ഇവിടെ ഒരുപാട് നല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൻഡ് നോളജൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം മ്യൂസിയം ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, അവിടുത്തെ പഴയ ഹിസ്റ്ററീസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. Then proceed. Then the last question, you have to answer it. There will be 3 choices. You have to choose one. With the Yeah, make a decision. which of these paths will you choose? ഇതിപ്പോൾ ഒരു ഗെയിമാണ്. നമ്മുടെ പേഴ്സണാലിറ്റീൻ്റെ നമ്മുടെ രീതിയൊക്കെ അറിയാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാനിത് കളിച്ചു. എനിക്ക് 4x10 ആയിരുന്നു. അപ്പം കൊങ്ക് എന്നിവിടെ കളിക്കുവാണ്. അപ്പം ഇതിൻ്റെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഞാൻ കാണിച്ചത് എത്ര സ്കോറാണ് കിട്ടുന്നത് നമുക്ക്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നു. നമ്മളോട് പിന്നെ നമ്മൾ എന്താണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് ചോദിക്കും. അങ്ങനെ വെച്ചിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ രീതി, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമുക്ക് എത്ര പോയിന്റ്. എന്നിട്ട് ഓരോ സ്റ്റാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പം മെറ്റീരിയലിനെ കുറിച്ചുള്ള ത്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കാണിക്കുന്നത്. ഇത് സ്ക്രീനാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വന്നപ്പം കിടന്നിരുന്ന സ്റ്റാമ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ത്രെഡിനെ കുറിച്ചാക്കി. ദി എവല്യൂഷൻ ഓഫ് ത്രെഡ്. അതിലെല്ലാം ത്രെഡിൻ്റെ കാര്യങ്ങളും അതിൽ ഓരോ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ഡിസൈൻസ്, അതിൻ്റെ എവല്യൂഷൻ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായി, പിന്നീട് ഉള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. ഓരോ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡിഫറൻസും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇവിടെ ഓരോ ഡിസ്പ്ലേയിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇവിടെ വെച്ചേക്കുന്ന ഓരോ ഡ്രോയേഴ്സ് നമുക്ക് തുറന്നു നോക്കാം. ഇതിലൊക്കെ ഓരോ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് ഷോ കണ്ടോ. ഇത് ഒരു ഗോഡസ് രീതി, ഓരോ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ കൃഷ്ണനാണ് ഇരിക്കുന്നത്. അപ്പുറത്ത് ശിവനും പാർവതിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പലയിടത്തു നിന്നുള്ള ഓരോ ഗോഡസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും ഇവിടെയൊക്കെ നമ്മുടെ ഗോഡസ്സാണ് ഇരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളതും ഒരു ദൈവികം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫുള്ളുള്ളത്. കണ്ടോ, ഓരോ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ആക്ച്വലി ഇറ്റ് ഈസ് നൈസ് റൈറ്റ്. ഈ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഒരുപാട് ഡിസ്പ്ലേയിൽ നമുക്ക് വേണ്ടത് മാത്രം നമുക്ക് തുറന്ന് നോക്കാം. എനിക്കിത് ലോക്കാന്ന് തോന്നുന്നു, തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഇത് കൊള്ളാം കേട്ടോ. ഇതിലൊക്കെ കുറേ ടൈപ്പ് ഓർണമെൻറ്റ്സ്, പഴയ കാലത്ത് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഈ ഒരു ഓർണമെൻറ്റ്സ് ൊക്കെയാണ് കമ്പനീസ് കൊള്ളാം കേട്ടോ. പഹാരി റൂം അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ, എനിക്കറിയില്ല. ഇവിടെ ഗോൾഡൻ വർക്കിൻ്റെയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗോൾഡ് വർക്ക്. നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കുന്നതൊക്കെ. തോരണമാണ് അത്, കണ്ട തോരണം. നമ്മൾ 3rd ഫ്ലോറിലോട്ട് പോവാം. ഇവിടെ നമ്മൾ ഇതിൽ ഫസ്റ്റ് 2 ഫ്ലോർ അങ്ങാണ്ട് ഫ്രീ, ബാക്കി അങ്ങോട്ട് വരുന്നത് നമ്മൾ പൈസ കൊടുക്കണം. നമുക്ക് 150 ആയി ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് പെർ ഹെഡ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ്, ഇവിടെ എന്തോ വർക്കൊക്കെ ചെയ്യുന്നൊരു ഏരിയ ആണ്. സോ ഇതിൻ്റെ മുകളിലാണ് കയറുന്നപ്പോൾ ഇതിൻ്റെ മുകളിലാന്ന് പറഞ്ഞു. സോ ഇതിൽ നമ്മൾ കയറുന്നു. ഇതെനിക്ക് മ്യൂസിയത്തിലെ ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നു. ചില ഓഡിയോസൊക്കെ നമുക്ക് ഭയങ്കര ഹാർട്ട് വാമിങ് ആയിട്ടുള്ള ഓഡിയോസാണ്, ബട്ട് ചിലതൊക്കെ നമുക്കൊരു ആൻസൈറ്റി കൂട്ടുന്നുണ്ട്. ചില സമയത്ത് പേടി പോലും തോന്നിയ ഓഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ഈ ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ആ ഒരു ഒറ്റ പെയിൻറ്റിങ്ങിൽ ഒരു 20 or 30 കഥകളെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഓരോ കാഴ്ചകളിലും നമുക്ക് പല കഥകളായിട്ട് പലവർക്കും പല സ്റ്റോറീസ് ആയിരിക്കും വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അത്. ആൻഡ് ഈ ഒരു ആർട്ടും എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേയ്സ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കഥകളെല്ലാം പറഞ്ഞ് കുറച്ച് നേരം വീട്ടിലൊക്കെ ഇരുന്ന് നമുക്ക് ക്ലാസ്സും ഉണ്ടായിരുന്നു. സോ അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേയ്സ് കുറച്ച് ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു, പുറത്തോട്ടൊന്നും ഇറങ്ങിയത്. ബട്ട് അതിനിടയ്ക്കുള്ള 2 ദിവസം നന്നായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് അവളെ തിരിച്ച് മംഗലാപുരം പോകുമായിരുന്നു. ഞാൻ ആലപ്പുഴയിലോട്ടും വന്നു. എനിക്കും എറണാകുളത്ത് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബ്ലോഗൊക്കെയാണ്. ഞാൻ ലാസ്റ്റ് ഡേ ഞാൻ തിരിച്ച് പോകുന്നതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ട്രെയിൻ കയറാൻ വേണ്ടി വന്നേക്കുക. 10 മണിക്കാണ് ട്രെയിൻ. 10 മണിയാകുമ്പോൾ ഇവിടെ എടുത്ത് ഇടുമെന്ന് തോന്നുന്നത്. 10 മണിക്കാണ് എടുക്കുന്നത് ആ ട്രെയിൻ വരുന്നത്. ട്രെയിൻ കയറിയിട്ട് ബാക്കി ഞാൻ പറയാം. ഭയങ്കര തിരക്കുണ്ട്, സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടുന്ന് എടുത്തപ്പോൾ തന്നെ ട്രെയിൻ 1 hour ഡിലേ ആയിരുന്നു. രാവിലെ വെളുപ്പിനെ വരെ ഇതിൽ കുത്തിയിരിക്കണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴേ തലവേദന എടുക്കാൻ തുടങ്ങി. ഞാൻ ഇതിന് മുന്നേ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചിട്ടുള്ളൂ. അപ്പം 3 or 4 times ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ 5th വിസിറ്റാന്ന് തോന്നുന്നു. ആൻഡ് ട്രെയിനിൽ ഇത് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ. ആൻഡ് ട്രെയിനിൽ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. ഒരു നേപ്പാൾ കപ്പിൾസിൻ്റെ ആയിരുന്നു. എൻ്റെ ഒരാളുടെ സിബ്ലിങ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഡോഗ്സിനും കൊണ്ട് അവർ തിരുവനന്തപുരത്തോട്ട് വരുന്നത് ഞാൻ അതിനെ തൊട്ടോട്ടെന്ന് വെച്ചപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ ആയിട്ടിരുന്ന് ടൈം കുറേയൊക്കെ സ്പെൻഡ് ചെയ്തു. ആൻഡ് എനിക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു ഈ ത്രൂ ഔട്ട് ജേർണി. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കൊരു സ്ട്രെസ്സോ ഇല്ലെങ്കിൽ ഞാനൊരു നല്ല ഹാപ്പിയസ്റ്റ് വെർഷനായി മാറിയൊരു ട്രിപ്പായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ സംഭവിച്ചു. ആൻഡ് ഞാൻ അവളെ 1 yearന് ശേഷമാണ് കാണുന്നത്. അതിൻ്റെ ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ എറണാകുളം എത്തി. ട്രെയിൻ പിന്നെയും 3 or 4 മണിക്കൂർ അങ്ങോട്ട് ഡിലേഡ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പിന്നെ ക്യാബ് വിളിച്ച് വൈറ്റിലേ ചെന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇപ്പം വീട്ടിൽ ചെന്ന് കുളിച്ച് മാറിക്കിടന്ന് ഉറങ്ങും. അങ്ങനത്തെ ഫൈനലി വീട്ടിലെത്തി. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.